നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലീഗ് വണ്ണിലെ തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ ഇരട്ട ഗോളുകളുമായിട്ട് ഫെറാൻ ടോറസ് PSG രക്ഷകരായിട്ട് മാറി. റന്നേഴ്സിനെതിരെ ആദ്യ പകുതിയിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പുറകിൽ നിന്ന PSG രണ്ടാം പകുതിയിൽ ഫെറാൻ ടോറസിനെ ഇറക്കി കളി മാറി പരാജയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഫെറാൻ ടോറസിൻ്റെ ഇരട്ട ഗോളുകൾ. മറുഭാഗത്ത് റന്നേഴ്സിന് വേണ്ടി സിമാൻസ്കിയും ലീപ്പോളുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. റന്നേഴ്സിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ കിച്ച കഴസ്കേലയും ഒസ്മാൻ ഡംബലയും ഡിസേർ ഡൂവുമാണ് ആദ്യ 11-ൽ PSG മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയതെങ്കിൽ കളിയുടെ 9ാമത്തെ മിനിറ്റിൽ തന്നെ സിമാൻസ്കിയുടെ ഗോളിലൂടെ റന്നേഴ്സാണ് ലീഡെടുത്തത്. 38ാമത്തെ മിനിറ്റിൽ ലീപ്പോള് കൂടി ഗോളടിച്ചപ്പോൾ അവർ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ ലീഡിലേക്ക് കടന്നുപോയി. രണ്ടാം പകുതിയിൽ മാറ്റങ്ങൾ വരുത്താൻ കോച്ച് ലൂയിസ് എൻറിക്കെ തീരുമാനിച്ചു. ഒസ്മാൻ ഡംബലയ്ക്ക് പകരം ഫെറാൻ ടോറസിനെ കളിക്കളത്തിലേക്ക് വിട്ടു. കൂടാതെ കിച്ച കഴസ്കയിലേക്ക് പകരം ഗോഡ്സിനെ കളിക്കളത്തിലേക്ക് വിട്ടു. അങ്ങനെ മാറ്റങ്ങൾ വരുത്തി പുതിയ സൈനിങ്ങുകളെ കളിക്കളത്തിലേക്ക് വിട്ടു. തുടർന്ന് 60ാമത്തെ മിനിറ്റിൽ നെവസിന് പകരം ഫാബിയൻ റൂയിസിനെയും വാറൻസേർ എമറിക്ക് പകരം അക്കിലൂഷിനെയും ഇറക്കി. അങ്ങനെ അവിടെ നിന്ന് കളി തിരിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഫാബിയൻ റൂയിസിൻ്റെ അസിസ്റ്റിൽ നിന്ന് 71ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസ് ആദ്യ ഗോൾ മടക്കുന്നു. വീണ്ടും അതേ താരത്തിൻ്റെ അസിസ്റ്റിൽ നിന്ന് 82ാമത്തെ മിനിറ്റിൽ സമനില ഗോൾ കൂടി കണ്ടെത്തി. അങ്ങനെ ലീഗ് വണ്ണിലെ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ PSG രക്ഷകനായി മാറിയിരിക്കുകയാണ് ഫെറാൻ ടോറസ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.